അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമുക്ക് എന്താണ് ഇഖ്ലാബ് എന്ന് മനസ്സിലാക്കാം ഇൻഷാ അല്ലാഹ്. ഇഖ്ലാബ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ മറിക്കൽ എന്നാണ് അർത്ഥം. ഒരു അക്ഷരത്തെ മറ്റൊരു അക്ഷരമായിട്ട് മാറ്റിമറിക്കുക. അപ്പോൾ നമ്മൾ നൂൻ സാക്കിനയുടെയും തെൻവീനിന്റെയും നിയമത്തിലേക്ക് വന്നാൽ എങ്ങനെയാണ് ഇഖ്ലാബ് ചെയ്യുന്നത്? നൂൻ സാക്കിനയ്ക്കോ തെൻവീനിനോ ശേഷം ബ എന്ന ഒരൊറ്റ അക്ഷരം മാത്രം വന്നു കഴിഞ്ഞാൽ നമ്മൾ നൂൻ സാക്കിനെയും തെൻവീനിനെയും മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതുക. ഇതാണ് ഇഖ്ലാബ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. മിൻ ബഅദി, ഇവിടെ നൂൻ സാക്കിനയ്ക്ക് ശേഷം ബാ വന്നു. അപ്പൊ നമ്മൾ നൂൻ സാക്കിനയെ മീമാക്കി മാറ്റിമറിച്ചിട്ട് മണിച്ചോതി കൊടുക്കുക കേട്ടോ. മിൻ ബഅദി അംബൂരിക, ഇവിടെയും നൂൻ സാക്കിനയ്ക്ക് ശേഷം ബാ വന്നു. അവിടെയും നമ്മൾ നൂൻ സാക്കിനയെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഓതുക. അംബത്ന അംബത്ന. ഓക്കെ, നൂനിന്റെ മുകളിലായിട്ട് ഖുർആൻ നമുക്ക് ചെറിയൊരു കാരൽ താഴോട്ട് നിൽക്കുന്ന ഒരു മീമിനെ കാണാം. ഇത് ഇഖ്ലാബിന്റെ മീമാണ് കേട്ടോ, അതിനെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ മീമിനെ കണ്ടാൽ നമ്മൾ നൂൻ സാക്കിനയെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉച്ചരിക്കുക. ഓക്കെ, തെൻവീനിൽ വരുന്ന കുറച്ച് ഉദാഹരണങ്ങൾ എഴുതി നോക്കാം. ഇവിടെ നോക്കൂ, തെൻവീനിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ എഴുതിയിട്ടുണ്ട്. അമ്മാറത്തും ബിസ്സൂ, ബൊമ്മ തെൻവീനിന് ശേഷം ബാ വന്നു കഴിഞ്ഞു. അപ്പൊ നമ്മൾ തെൻവീനിലുള്ള നൂനിന്റെ സൗണ്ടിനെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉച്ചരിക്കുക, ഉണ്ണയോട് കൂടി ഉച്ചരിക്കുക കേട്ടോ. അമ്മാറത്തും ബിസ്സൂ അബദം ബിമാ, ഇവിടെ ഫതഹ തെൻവീനിന് ശേഷം ബാ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തെൻവീനിലുള്ള നൂനിനെ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഉച്ചരിക്കുക. അബദം ബിമാ ഉനാസിം ബി ഇമാം ഉനാസിം ബി, ഇവിടെ സീനിന് കെസ്ര തെൻവീനാണ്. കെസ്ര തെൻവീനിനെ നമ്മൾ മീമാക്കി മാറ്റിമറിച്ചിട്ട് ഉണ്ണയോട് കൂടി ഉച്ചരിക്കുക കേട്ടോ. ഉനാസിം ബിമാ. അപ്പോ ഇത്രയൊക്കെയാണ് ഈ ഇഖ്ലാബിന്റെ ക്ലാസ്സിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.